മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ ദിവസം കൂടുതൽ നന്മയിൽ ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവകരം നിങ്ങളുടെ മേൽ ഉയർന്നു നിൽക്കട്ടെ എന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഈശോയുടെ തിരുമുമ്പിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 46 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ മറിയത്തിന്റെ സ്തോത്രഗീതമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. മറിയത്തിന്റെ സ്തോത്രഗീതം മറിയം ആലപിക്കുന്നത് എപ്പോഴാണ്? വലിയ ഒരു വേദനയുടെ അവസ്ഥയിലാണ്. ആ വേദന എന്ന് പറയുന്നത് ലൗകിക തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ്, ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോഴാണ്. കാരണം വിവാഹിതയാകുന്നതിന് മുമ്പ് ഗർഭിണിയായ സ്ത്രീ യഹൂദ പാരമ്പര്യത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. ലോകം മറിയം ഗർഭിണിയാണെന്നറിഞ്ഞാൽ അവളെ കല്ലെറിയും. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അവള് ദൈവത്തിന് സ്തോത്രഗീതം ആലപിക്കുക. ധൈര്യം, ജീവിതത്തിന്റെ ഏതു പ്രതിസന്ധികൾക്ക് മുമ്പിലും ധൈര്യത്തോടെ നിൽക്കുന്ന മറിയത്തെയാണ് നമ്മളിവിടെ കാണുക. അങ്ങനെ ഒരു സ്തോത്രഗീതം ആലപിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിസാര മനഃശക്തിയൊന്നും പോരാ, നിസാര ധൈര്യവും ശക്തിയും പോരാ. മറിയത്തിനത് ലഭിച്ചത് എവിടുന്ന? ദൈവം ശക്തനാണെന്നുള്ള ബോധ്യത്തിലും ഞാൻ ആ ദൈവത്തിന്റെ ദാസിയാണെന്നുള്ള ആ ഒരു അറിവിലും ആ ശക്തി മറിയത്തിന് ലഭിക്കുകയാണ്. നമ്മളൊക്കെ സങ്കടങ്ങളിലും വേദനകളുടെയൊക്കെ നടുവിൽ നിൽക്കുന്നുണ്ടോ? ഇതുപോലെ എന്റെ ആത്മാവ് സന്തോഷിക്കുന്നു എന്നും ഞാൻ ആനന്ദത്തിൽ നിറഞ്ഞു നിൽക്കുകയാണെന്നും ഒക്കെ പറഞ്ഞ്, ദൈവമേ ഈ സഹനങ്ങളിലും നിന്റെ ശക്തി ഞാൻ കാണുന്നു, നീ ശക്തനാണ്, നീ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് പറ്റുമോ? സങ്കടങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അപാരമായ ഒരു ധൈര്യം, ശക്തി നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അത് ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കേണ്ട ബോധ്യമുണ്ടല്ലോ, എന്നെ കാണുന്ന, എന്റെ സങ്കടങ്ങൾ അറിയുന്ന ശക്തനായൊരു ദൈവം എന്റെ അരികിലുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാകണം. മറിയത്തിന് ആ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറിയം തന്റെ ഈ അവസ്ഥയുടെ നടുവിൽ നിന്ന് പോലും ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാ. നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെയും വേദനകളുടെയും നിമിഷങ്ങളിൽ ദൈവമേ നീ സർവശക്തനാണ്, എന്റെ ഉള്ളിൽ ആനന്ദിക്കുന്നു, നീ വലിയ കാര്യമാണ് എന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സഹനങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത് വലിയ കാര്യമാണ്. കാരണം ആ സഹനങ്ങളെ ഞാൻ ഏറ്റെടുക്കുമ്പോൾ വലിയ കൃപ എന്നിലേക്ക് ഒഴുകുമെന്നുള്ള ബോധ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ സഹനങ്ങളില് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുമ്പോൾ കൃപ എന്നിലേക്ക് ഒഴുകുമെന്നുള്ള ബോധ്യം എന്നിൽ ഉണ്ടാവണം. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിരിക്കേണ്ട ചിന്ത ഇതായിരിക്കണം: എന്റെ ജീവിതത്തിലേക്ക് സഹനം കടന്നു വരുമ്പോൾ ദൈവമേ നിനക്ക് സ്തുതി എന്ന് ഞാൻ പാടും, നീ ശക്തനാണെന്ന് ഞാൻ പാടും, നീ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് ഞാൻ പാടും. അങ്ങനെ പാടി സ്തുതിക്കുമ്പോഴാണ് വലിയ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. സഹനങ്ങൾ അത് തീരില്ല. ആ സഹനങ്ങളിൽ നിന്നും വലിയ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്നുള്ള ബോധ്യം നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, സഹനങ്ങളൊന്നും പാഴായി പോകത്തില്ല. സന്തോഷത്തോടെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഓരോ സഹനങ്ങളും വലിയ കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുമെന്നുള്ള ബോധ്യം ഈ ദിവസം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. ഈ ദിവസം മുഴുവനും സങ്കടങ്ങളെയും വേദനകളെയും ദൈവത്തിന് സമർപ്പിച്ച് സ്തുതി പാടാൻ നമുക്ക് സാധിക്കണം. കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. സങ്കടങ്ങളിലും വേദനകളിലും അങ്ങേക്ക് സ്തുതി പാടുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. ഈശോയെ ഇവരെ കാണണമേ, ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശക്തി ഇവരിൽ നിറയട്ടെ, ഇവരുടെ കുടുംബത്തിൽ, ഇവരുടെ അധ്വാനങ്ങളിൽ നിറയട്ടെ, ഇവർ പോകുന്ന വഴികളിൽ നിറയട്ടെ, ചെയ്യുന്ന കാര്യങ്ങളിൽ നിറയട്ടെ.
അങ്ങയുടെ വലതുകരം ഇവരുടെ മേൽ ഉയർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് ഈ ദിവ്യകാരുണ്യത്താൽ സകല പീഡകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പൈശാചിക ശക്തികളെയും ദുരാത്മശക്തികളെയും ശാപങ്ങളെയും ദുരിതങ്ങളെയും തടസ്സങ്ങളെയും ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.